തിരുവചനം തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കാരുണ്യവാനായ കർത്താവെ, അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളായ ഞങ്ങളെ ഒരിക്കൽ കൂടി അങ്ങയുടെ തിരുവചനം ശ്രവിക്കുവാനായിട്ട് കൂട്ടിച്ചേർത്തന്നെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ നിമിഷങ്ങൾ അങ്ങയോട് കൂടെ ഞങ്ങളായിരിക്കുവാനും അങ്ങയുടെ തിരുവചനങ്ങൾ കേൾക്കുവാനും ആ വചനങ്ങൾക്കനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും വേണ്ട വലിയ കൃപയും അനുഗ്രഹവും അതിനുവേണ്ട അഭിഷേകവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വചനം പങ്കുവയ്ക്കാനും വചനം ഗ്രഹിക്കാനും വചനം കേൾക്കാനും ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയുടെ തിരുശരീര രക്തങ്ങളോട് ചേർത്ത് ഇപ്പോൾ ലോകമെമ്പാടും അർപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സകല ബലികളിലേക്കും ചേർത്ത് വെച്ച് ഈ നിമിഷങ്ങളെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഭരമേൽപ്പിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. 2 സാമുവേൽ 17-ാം അധ്യായം 14-ാമത്തെ തിരുവചനം നാം ഇങ്ങനെ വായിക്കുകയാണ്: അബ്സലോമിന് അനർത്ഥം വരേണ്ടതിന് അഹിതോഫലിൻ്റെ നല്ല ആലോചന സ്വീകരിക്കപ്പെടാതിരിക്കാൻ കർത്താവ് നിശ്ചയിച്ചിരുന്നു. നമ്മളിന്ന് കാണുന്ന വചനത്തിൻ്റെ ഒരു മേഖല മനസ്സ് മാറ്റുന്ന ദൈവത്തെക്കുറിച്ചാണ്. അതായത് ദൈവം മറ്റുള്ളവൻ്റെ മനസ്സ് മാറ്റുന്നു, ദൈവം തന്നെ മനസ്സ് മാറ്റുന്നു. ദൈവത്തിൻ്റെ മക്കളുടെ ജീവിതത്തിൽ ദൈവം പല രീതികളിൽ ഇടപെടുന്നതായിട്ട് നമ്മൾ തിരുവചനത്തിൽ കാണുന്നുണ്ട്. ഇവിടെ നമ്മൾ കാണുക, അബ്സലോമിന് അനർത്ഥം വരേണ്ടതിന് അഹിതോഫലിൻ്റെ നല്ല ആലോചന സ്വീകരിക്കപ്പെടാതിരിക്കാൻ വേണ്ടി കർത്താവ് തീരുമാനിച്ചു. വലിയൊരു പശ്ചാത്തലം ഉണ്ട് നമുക്കറിയാം. അബ്സലോം ഒരു സൈനിക വിപ്ലവത്താൽ ദാവീദിനെ പുറത്താക്കി. ആ ദാവീദിൻ്റെ അനുജന്മാരെ എല്ലാവരെയും എന്ന പോലെ അബ്സലോം അവൻ്റേതാക്കി മാറ്റുകയാണ്. ദാവീദിൻ്റെ ഇഷ്ടപ്പെട്ട വിശ്വസ്തനായ ഉപദേശകനാണ് അഹിതോഫൽ. അഹിതോഫൽ എന്തു പറയുന്നുവോ അത് അതേപടി നടന്നിട്ടുണ്ട്. അത്രമാത്രം അറിവുള്ള, ജ്ഞാനമുള്ള, എല്ലാ കാര്യങ്ങളിലും വ്യക്തമായ തീരുമാനമുള്ള അഹിതോഫലിൻ്റെ ഉപദേശം ദാവീദിനെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. ഉറ്റമിത്രമായിരുന്നു, അത്ര വിശ്വസ്തനായിരുന്നു. ഈ അഹിതോഫൽ പോലും അബ്സലോമിൻ്റെ പിന്നാലെ പോയി. അതിനുശേഷം നമ്മൾ കാണുന്നുണ്ട് അവിടെ ദാവീദ് ചങ്കുപൊട്ടി കരയുക. ഈ അബ്സലോമിൻ്റെ പിന്നാലെ അഹിതോഫൽ പോലും പോയല്ലോ എന്നോർത്ത് ചങ്കുപൊട്ടി കരഞ്ഞിട്ട് ഈ ദാവീദ് ദൈവത്തോടൊരു പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവമേ, അഹിതോഫലിൻ്റെ ആലോചനയെ അങ്ങ് വ്യർത്ഥമാക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. അഹിതോഫലിൻ്റെ ആലോചന, അവൻ്റെ ആലോചന കറക്റ്റാ, പക്ഷേ അതിനെ അങ്ങ് വിചാരിച്ചാൽ വ്യർത്ഥമാക്കാൻ പറ്റും. ദാവീദ് അങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്, അഹിതോഫലിൻ്റെ ആലോചനയെ വ്യർത്ഥമാക്കണമേ. അങ്ങനെ നമുക്കറിയാം, ഈ അബ്സലോമിനോട് അഹിതോഫൽ ഒരു ഉപദേശം പറയുകയാണ്. ഒരു നല്ല ഉപദേശമാണ്, നല്ലൊരു ആലോചനയാണ് പറയുന്നത്. എന്താണ്? ഇപ്പോൾ ദാവീദ് മടുത്തിരിക്കുന്ന സമയത്ത്, അവൻ ക്ഷീണിച്ചിരിക്കുന്ന സമയത്ത് ഞാനും 2000 പടയാളികൾ കൂടി പോയിട്ട് ദാവീദിനെ മാത്രം കൊന്നിട്ട് ബാക്കി എല്ലാവരെയും നിൻ്റെ പക്ഷത്തേക്ക് ഞാൻ പോയി കൊണ്ടുവരാം. അബ്സലോം ഒന്നും ചെയ്യേണ്ട, ഞാൻ പോയിക്കൊള്ളാം. ദാവീദിനെ കൊന്ന് അവൻ ക്ഷീണിച്ചിരിക്കുന്ന സമയം നോക്കി ഞാൻ അവൻ്റെ അനുയായികളെ ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ഉപദേശം കൊടുക്കുകയാണ്. എന്നാൽ ഹൂഷായി, നമുക്കറിയാം ദാവീദിൻ്റെ ഉറ്റമിത്രമായ ഹൂഷായി അബ്സലോമിനോട് പറയാ, അബ്സലോമേ, ഇത്രയും കാര്യങ്ങളിലൊക്കെ അഹിതോഫൽ പറഞ്ഞതൊക്കെ കറക്റ്റാണ്, പക്ഷേ നിൻ്റെ അപ്പൻ, നിൻ്റെ പിതാവ് വലിയ പോരാളിയാണ്, ഒളിപ്പോരാളിയാണ്, കൂർമ്മ ബുദ്ധിക്കാരനാണ്. അതുകൊണ്ട് ഈ പറയുന്ന പോലെ ഒന്നും വിചാരിച്ചാൽ ചെയ്താൽ ദാവീദിനെ നിൻ്റെ അപ്പനെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ കാര്യത്തിൽ മാത്രം അഹിതോഫലിൻ്റെ ആലോചനയെ, ഉപദേശത്തെ ഞാൻ സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഹൂഷായി പറയാം. അവിടെയാണ് ദൈവത്തിൻ്റെ ഇടപെടൽ. അതാണ് നമ്മളോട് വായിക്കുന്നത്. അബ്സലോമിന് അനർത്ഥം വരേണ്ടതിന് അഹിതോഫലിൻ്റെ നല്ല ആലോചനയെ സ്വീകരിക്കപ്പെടാതിരിക്കാൻ കർത്താവ് നിശ്ചയിച്ചിരുന്നു. ഇവിടെ അബ്സലോം ഇത്രമാത്രം ഉപദേശകനായ, അറിവുള്ള, പറഞ്ഞാൽ ഒട്ടും ഒന്നും തെറ്റാത്ത അഹിതോഫലിൻ്റെ ആലോചനയെ അവൻ വേണ്ടെന്ന് വെച്ചിട്ട് ഹൂഷായി പറഞ്ഞ പോലെ അവൻ തീരുമാനിക്കാം.
അത് അബ്സലോമിന് അനർത്ഥമായി മാറുന്നത് നമ്മൾ പിന്നീട് കാണുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുവാൻ തീരുമാനിച്ചാൽ ദൈവത്തിന് ഇഷ്ടം പോലെ വഴികളുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ഓർക്കുക, ഒരു മകൻ, അവൻ MBBS പഠിക്കുക. അവൻ നമ്മുടെ സ്റ്റേറ്റിന് പുറത്തുള്ള സ്റ്റേറ്റിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഇവൻ ഇങ്ങനെ പറയാണ്, ആ എക്സാമിന് വരുന്ന ടീച്ചർക്ക് മലയാളികളോടൊക്കെ ഭയങ്കരമായിട്ടുള്ളൊരു ദേഷ്യവും വെറുപ്പാണ്. നമ്മുടെ പിള്ളേരൊക്കെ തോൽപ്പിക്കും. കഴിഞ്ഞ പരീക്ഷയ്ക്ക് തോറ്റു, ഇപ്പോൾ വീണ്ടും പരീക്ഷ എഴുതാൻ പോവുക. അപ്പോൾ ഞാൻ ഈ കാര്യം അവനോട് പറഞ്ഞു, മോനെ നീ ഈശോയോട് പ്രാർത്ഥിക്കുക, ആ ടീച്ചറിൻ്റെ മനസ്സ് മാറ്റി എനിക്ക് അനുകൂലമാക്കി തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആ മകൻ അതുപോലെ പ്രാർത്ഥിച്ചു. അതുപോലെ പരീക്ഷ എഴുതി കർത്താവ് അവന് ഉന്നതമായ വിജയം നൽകുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി മറ്റുള്ളവൻ്റെ മനസ്സ് മാറ്റുവാൻ ദൈവത്തിന് സാധിക്കും. മനസ്സ് മാറ്റുന്നവനാ എൻ്റെ ദൈവം. മനസ്സ് മാറ്റി എനിക്ക് അനുകൂലമാക്കി എനിക്ക് വിജയം തരാൻ ദൈവം തീരുമാനിച്ചാൽ അതിന് ദൈവത്തിന് സാധിക്കും. നമ്മൾ വായിക്കുന്നുണ്ട് നെഹെമ്യാ പ്രവാചന പുസ്തകത്തിൽ 1-ാം അധ്യായം. അവിടെ ആകപ്പാടെ നിരാശയുടെ ഒരവസ്ഥയിലാണ് നെഹെമ്യ. കാരണം ഹനാനി, തൻ്റെ സഹോദരനായ ഹനാനി, ഇപ്പോൾ അവർ പ്രവാസത്തിലാണ്. ആ പ്രവാസത്തിലായിരിക്കുന്ന സമയത്ത് ഹനാനി തിരിച്ചു വരികയാണ്. എന്ന് പറയാം, പ്രവാസത്തെ അതിജീവിച്ച് ഇസ്രായേലിൽ വസിക്കുന്നവരുടെ വേദന, കഷ്ടപ്പാട്, ദുഃഖം, ദുരിതം ഒക്കെ പറഞ്ഞു കേട്ടു. അതോടൊപ്പം തന്നെ ജെറൂസലേമിൻ്റെ മതിൽക്കെട്ടുകൾ ആകപ്പാടെ തകർന്നു കിടക്കുന്നു. ദേവാലയത്തിൻ്റെ വാതിൽ കത്തിച്ച് ചാരമായി കിടക്കുന്നു. ഇതെല്ലാം കേട്ടിട്ട് സങ്കടപ്പെട്ട് നിരാശപ്പെട്ട് അവനിതാ സാഷ്ടാംഗം വീണ് കിടന്ന് ഉപവസിച്ച് ഉറങ്ങാതെ ഉറക്കമൊഴിച്ചിരുന്ന് നിലവിളിച്ച് കരയുക നെഹെമ്യാ പ്രവാചകൻ. ആ സമയത്ത് നെഹെമ്യാ പ്രവാചന പുസ്തകത്തിൽ 1-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, നെഹെമ്യാ ഒരു തീരുമാനമെടുത്തു. അവൻ രാജാവിൻ്റെ പാനപാത്രവാഹകനാണ്. നെഹെമ്യാ തീരുമാനിക്കുക, ഞാൻ രാജാവിനോട് പറയും, ഈ മതിൽ പുതുക്കിപ്പണിയാൻ, ദേവാലയം പുതുക്കിപ്പണിയാൻ, എൻ്റെ ജനത്തെ ഉദ്ധരിക്കാൻ വേണ്ട ഒരു തീരുമാനത്തിന് വേണ്ടി ഞാൻ രാജാവിനോട് പറയും. അപ്പോൾ അദ്ദേഹം പ്രാർത്ഥിക്കുക, അവിടുത്തെ ദാസനോട് കരുണ തോന്നാൻ ഈ മനുഷ്യന് ഇടയാകട്ടെ. നെഹെമ്യാ പ്രാർത്ഥിക്കുക, ഈ രാജാവിന് അങ്ങയുടെ ദാസനായ എന്നോട് കരുണ തോന്നാൻ ദൈവമേ അങ്ങ് ഇടയാക്കണമേ എന്ന് ഈ നെഹെമ്യാ പ്രവാചകൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക. അവൻ പ്രവാസത്തിലായിരിക്കുന്നു, അടിമത്തത്തിലായിരിക്കുന്നു. രാജാവ്, ആ രാജാവിനോട് ഇങ്ങനെ ചോദിക്കാനും അങ്ങനെ ചോദിക്കുമ്പോൾ രാജാവിന് എന്നോട് കരുണ തോന്നാൻ ദൈവമേ നീ ഇടയാക്കണമേ എന്ന് പറഞ്ഞ് നെഹെമ്യാ പ്രാർത്ഥിക്കുക. നെഹെമ്യാ 2:8 നമ്മൾ വായിക്കുന്നുണ്ട്, എൻ്റെ അപേക്ഷ രാജാവ് അനുവദിച്ചു, ദൈവത്തിൻ്റെ കരുണ എൻ്റെ മേൽ ഉണ്ടായിരുന്നു. എൻ്റെ അപേക്ഷ രാജാവ് അനുവദിച്ചു. കാരണം എന്താ? ദൈവത്തിൻ്റെ കരുണ എൻ്റെ മേൽ ഉണ്ടായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുവാൻ ആഗ്രഹിച്ചാൽ നമുക്ക് വേണ്ടി എല്ലാം വഴിയൊരുക്കാൻ വേണ്ടി കർത്താവ് ഇടപെടും. നമുക്കറിയാം, പുതിയ നിയമത്തിൽ യോസേഫ് പിതാവ് പരിശുദ്ധ അമ്മയെ രഹസ്യമായിട്ട് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. മാതാവ് വചനത്തിന് നമുക്കറിയാം, വചനത്തിൽ അതുപോലെ സമർപ്പിച്ച നമ്മുടെ പ്രിയപ്പെട്ട അമ്മയ്ക്ക് ആകുലതയില്ല, അമ്മയ്ക്ക് നിരാശയില്ല, അമ്മയ്ക്ക് പരാതിയില്ല. അമ്മ അത് ന്യായീകരിക്കാൻ വേണ്ടി അതിൻ്റെ പിന്നാലെ ഓടി നടക്കുന്നുമില്ല. അമ്മ ശാന്തമായിട്ടിരിക്കുക. അമ്മയ്ക്കറിയാം, എൻ്റെ ദൈവം സർവശക്തന, എൻ്റെ ദൈവം ഇടപെടും, എൻ്റെ ദൈവത്തിന് പറഞ്ഞ കാര്യം അതിൻ്റെ പൂർണ്ണതയിൽ പൂർത്തീകരിക്കാൻ സാധിക്കും. ഒരു വിശ്വാസം അമ്മ ആ സമർപ്പണത്തിൽ തന്നെയായിരുന്നു. അവിടെയാണ് മാലാഖ പ്രത്യക്ഷപ്പെട്ടിട്ട് യൗസേപ്പ് പിതാവിൻ്റെ മനസ്സ് മാറ്റി. ദൈവം പറഞ്ഞു, ഇതാണ് സംഭവം, ഇതാണ് യഥാർത്ഥത്തിലുള്ള സത്യം, സംഭവം ഇതാ എന്ന് മാലാഖയിലൂടെ വെളിപ്പെടുത്തി കൊടുത്തുകൊണ്ട് യൗസേപ്പ് പിതാവിൻ്റെ മനസ്സ് മാറ്റി വചനം മാംസം ധരിക്കുവാൻ, ദൈവത്തിൻ്റെ വചനം, ദൈവം പറഞ്ഞ കാര്യം, ദൈവം തീരുമാനിച്ചത് അതിൻ്റെ പൂർണ്ണതയിൽ പൂർത്തീകരിക്കുവാൻ ഇടയാക്കി. പഴയ നിയമത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ മോശ ദൈവത്തിൻ്റെ ജനത്തിനു വേണ്ടി പലവട്ടം പല സ്ഥലത്ത് പല പ്രാവശ്യം മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുക. ദൈവം തീരുമാനിച്ചു, ഈ ജനത്തിനെ ഞാൻ നശിപ്പിക്കാൻ പോവാ. നന്ദികെട്ട ജനം, അനുസരണമില്ലാത്ത ജനം, എത്ര കിട്ടിയിട്ടും മതി വരാത്ത ജനം, പെറുപെറുപ്പ് മല്ലടിച്ച് നടക്കുക. ഈ ജനത്തെ നശിപ്പിക്കാൻ പലവട്ടം ദൈവം തീരുമാനിച്ചു. ദൈവത്തിൻ്റെ മനസ്സ് നശിപ്പിക്കണം ആ സമയത്ത്. എന്നാൽ അവിടെ മോശ മധ്യസ്ഥമായി, ദൈവമേ
നിൻ്റെ മക്കൾ, നിൻ്റെ നാമം പേറുന്ന മക്കൾ നീ ഈ മരുഭൂമിയിൽ കൊണ്ടുവന്നിട്ട് നശിപ്പിച്ചാൽ എന്തു പറയും മറ്റുള്ളവർ? ഇങ്ങനെയൊക്കെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം മനസ്സ് മാറ്റി ആ ജനത്തെ വീണ്ടും സ്നേഹിച്ച് സംരക്ഷിച്ച് അനുഗ്രഹിച്ച് വഴി നടത്തുന്ന അനുഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. പഴയ നിയമത്തിൽ തന്നെ യോനാ പ്രവാചകൻ നിനവയിലേക്ക് ചെന്നിട്ട് വളരെ ശക്തമായിട്ട് 3 ദിവസം പ്രഘോഷിച്ചു, മാനസാന്തരപ്പെട്, ഇന്നേക്ക് 40-ാം ദിവസം നിനവെ നശിപ്പിക്കപ്പെടും, എല്ലാം നശിപ്പിക്കും ദൈവം എന്നൊക്കെ പറഞ്ഞ് ആ വചനം ദൈവത്തിൻ്റെ മനസ്സ് പറഞ്ഞപ്പോൾ ആ ജനം ചാക്കുടുത്ത് ചാരം പൂശി കണ്ണീരോടെ ദൈവകരുണയ്ക്ക് വേണ്ടി നിലവിളിച്ചപ്പോൾ ദൈവത്തിൻ്റെ മനസ്സ് ദൈവം മാറ്റി. ദൈവത്തിൻ്റെ മനസ്സ് ദൈവം മാറ്റി. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ദൈവത്തിൻ്റെ സ്നേഹം, നമ്മുടെ ദൈവത്തിൻ്റെ കരുണ, നമ്മുടെ ദൈവത്തിൻ്റെ ശക്തി നമ്മൾക്ക് അനുഭവിക്കാൻ സാധിക്കണം. നമ്മുടെ ദൈവം, നമ്മൾ ദൈവത്തിലേക്കടുത്ത് ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തീരുമാനിച്ചു വച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ പോലും ദൈവം മാറ്റിയിട്ട് നമ്മെ അനുഗ്രഹിക്കും. ഇനി വേറൊരു വ്യക്തി നമ്മെ നശിപ്പിക്കാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുമെന്ന് വിചാരിച്ചോ, നമ്മുടെ നാശം ആഗ്രഹിക്കുന്നു വിചാരിച്ചോ, ആ അവസ്ഥയെ, ആ മേഖലയെ സമർപ്പിച്ച് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തിയുടെ മനസ്സ് മാറ്റി ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. അതാണ് നമ്മുടെ ദൈവം. അബ്രാഹാം ദൈവത്തോട് പ്രാർത്ഥിക്കുക, അതായത് സോദോമിനെ നശിപ്പിക്കാൻ പോവുക കർത്താവ്. അപ്പോൾ അബ്രാഹാം മധ്യസ്ഥം വഹിക്കുക, മധ്യസ്ഥ പ്രാർത്ഥനയുടെ കരുത്ത്. ദൈവം പറഞ്ഞു, ഈ സോദോം ഗൊമോറ പാപത്തിൻ്റെ പിടിപ്പെട്ട് ആകപ്പാടെ തകർന്നിരിക്കുക. ഇന്ന് ഞാൻ പറയും, ഇന്ന് നമ്മുടെ ലോകം ഇതുപോലെ പാപത്തിൽ, മ്ലേച്ഛതയിൽ, പൈശാചികതയിൽ, വെറുപ്പിൽ, ഭീകര പ്രവർത്തനത്തിലൊക്കെ നശിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ ലോകത്തെ നശിപ്പിക്കാതെ ദൈവം കാത്തു സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അനേകം പാവപ്പെട്ട മക്കളുടെ കണ്ണുനീരും പ്രാർത്ഥനയും ആണെന്ന് ഈ അവസരത്തിൽ പെട്ടെന്ന് മനസ്സിലേക്ക് കടന്നു വരിക. അനേകം മക്കളുടെ മധ്യസ്ഥ പ്രാർത്ഥന, അനേകം ഇടങ്ങളിൽ ദൈവകരുണയ്ക്ക് വേണ്ടി പശ്ചാത്താപത്തിൻ്റെ കണ്ണീരൊഴുക്കി നശിച്ചു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി വിലപിച്ച് കരയുന്ന അനേകം ആത്മാക്കൾ, അനേകം അഭിഷിക്തർ, അനേകം ശുശ്രൂഷകർ, അനേകം സമർപ്പിതർ, അനേകം വചനപ്രഘോഷകർ, അനേകം മധ്യസ്ഥ പ്രാർത്ഥനാ കൂട്ടായ്മകൾ ഇതുപോലെ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് ഇന്നും ഈ ലോകം നശിക്കാതെ നിലനിൽക്കുന്നത്. ഇന്ന് ഒത്തിരി പ്രകൃതിക്ഷോഭങ്ങൾ, അസ്വസ്ഥതകൾ കടന്നു വരുമ്പോൾ വീണ്ടും ഈ മേഖലയിൽ ദൈവകരുണയ്ക്ക് വേണ്ടിയൊക്കെ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കേണ്ടതുണ്ടെന്നുള്ള കാര്യം നമ്മളിവിടെ ഓർക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, അബ്രാഹാം സൊദോം ഗൊമോറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പാപത്തിൻ്റെ മ്ലേച്ഛതയിൽ പോയ ഒരവസ്ഥ, ദൈവം മടുത്തു, ദൈവം ഞാൻ നശിപ്പിക്കാൻ പോവാ. അപ്പോൾ അബ്രാഹാം പറയുക, കർത്താവേ, ഒരു 50 നീതിമാന്മാരുണ്ടെങ്കിൽ, വീണ്ടും നമുക്കറിയാം കുറച്ച് 10 ആക്കി, 10 പേരുണ്ടെങ്കിൽ, നീതിമാന്മാരുണ്ടെങ്കിൽ ഞാൻ നശിപ്പിക്കത്തില്ല. ദൈവം മനസ്സ് മാറ്റും. പക്ഷേ നമുക്കറിയാം, കഷ്ടമേ എന്ന് പറയട്ടെ, 10 പോലും ഇല്ലാത്ത അവസ്ഥയിൽ അവസാനം ആ ദേശത്തെ നശിപ്പിക്കുന്ന അവസ്ഥ. നമ്മുടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ ദൈവമക്കളാണെന്നുള്ള വലിയ സ്വാതന്ത്ര്യത്തോടു കൂടി നമ്മൾ കർത്താവിലേക്ക് തിരിച്ചു വരുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു തരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവിന് നമ്മുടെ ജീവിതത്തിൽ അതിശക്തമായിട്ട് ഇടപെടാനുള്ള ആഗ്രഹമുണ്ട്. നമ്മളെക്കുറിച്ചുള്ള രക്ഷിക്കുന്ന പദ്ധതിയുണ്ട്. 59-ാം അധ്യായത്തിൽ 1-2 വാക്യത്തിൽ പറയുന്നുണ്ട്, രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കുവാനാകാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല. നിൻ്റെ പാപങ്ങൾ, നിൻ്റെ അകൃത്യങ്ങൾ എന്നെയും നിന്നെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട കുഞ്ഞെ, നീ നിൻ്റെ പാപത്തെ വിട്ടുപേക്ഷിച്ച്, അകൃത്തെ വിട്ടുപേക്ഷിച്ച് എൻ്റെ അടുത്തേക്ക് വാ. നീ രോഗിയാണോ? നീ തകർന്നവനാണോ? നീ ആകപ്പാടെ വേദനയിലാണോ? നിന്നെ രക്ഷിക്കാൻ എൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല. എൻ്റെ കാതുകൾ ഇപ്പോഴും നിൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്. പക്ഷേ ആ കേൾക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നീ ആക്കിയാൽ നിൻ്റെ ദൈവം ഇടപെടും എന്ന് നമ്മോട് പറയുകയാണ്. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 18-ാം അധ്യായം 7 മുതൽ വചനഭാഗത്ത് നമ്മൾ വായിക്കുകയാണ്, ഞാൻ നശിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കെ ആ ജനത തിന്മയിൽ നിന്ന് പിന്തിരിഞ്ഞാൽ അതിനോട് ചെയ്യാനിരുന്ന വിനാശത്തെക്കുറിച്ച് ഞാൻ അനുതപിക്കും, തിരിച്ച് ഞാൻ അവരെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞിട്ട് ദൈവമായ കർത്താവ് തൻ്റെ മക്കളെ അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുക. ദൈവം തീരുമാനിച്ചേക്കാം നശിപ്പിക്കാൻ, എന്നാൽ ആ ജനത തിന്മയിൽ നിന്ന് പിന്തിരിഞ്ഞ് കർത്താവിലേക്ക് തിരിഞ്ഞാൽ ദൈവം അവരെ അനുഗ്രഹിക്കുമെന്ന് ദൈവം പറയാം. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ തന്നെ 15-ാം അധ്യായത്തിൽ 19-ാം വചനത്തിൽ കർത്താവ് പറയുക, നീ തിരിച്ചു വന്നാൽ നിന്നെ ഞാൻ എൻ്റെ സന്നിധിയിൽ പുനഃസ്ഥാപിക്കും.
ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ്. ദൈവത്തിൻ്റെ മനസ്സ് നമ്മെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ്. ആ മനസ്സ് നമ്മൾ അറിയണം. പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഈശോ ആ മനസ്സ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. ദൈവത്തിൻ്റെ മനസ്സ്, അനുകമ്പയുള്ള മനസ്സ്. ആ കുഷ്ഠരോഗി പറഞ്ഞു, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. കർത്താവിൻ്റെ മനസ്സ് നമ്മെ സുഖപ്പെടുത്താനുള്ള മനസ്സാണ്, നമ്മെ രക്ഷിക്കാനുള്ള മനസ്സാണ്, നമുക്ക് വിജയം തരാനുള്ള മനസ്സാണ്. നമ്മളാരും നശിച്ചു പോകണമെന്ന് ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ആ മനസ്സറിയണം. ആ മനസ്സ് അറിഞ്ഞ് സർവശക്തനായ ദൈവത്തെങ്കിലേക്ക് നമ്മൾ തിരിഞ്ഞ് ആ ദൈവത്തെ വിളിച്ച്, എൻ്റെ ദൈവമേ, കുഷ്ഠരോഗിയെ പോലെ നിനക്ക് മനസ്സുണ്ടെങ്കിൽ ശുദ്ധനാക്കാൻ കഴിയും. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 9-ാം അധ്യായത്തിൽ കർത്താവ് അപസ്മാരം ബാധിച്ച ആ ബാലനെ സുഖപ്പെടുത്തുന്ന സമയത്ത് നമ്മൾ കാണുന്ന രംഗമുണ്ട്. ആ അപ്പം പറയുക, അവസാനം അപ്പം പറയുക, എൻ്റെ അവിശ്വാസം പരിഹരിച്ച് കഴിയുമെങ്കിൽ എൻ്റെ കുഞ്ഞിനെ ഒന്ന് സുഖപ്പെടുത്ത്. അപ്പം ഈ അപ്പനോട് ഈശോ പറയുക, കഴിയുമെങ്കിലെന്നോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിന് കഴിയാത്തത് എന്താ ഉള്ളത്? നമ്മൾ ആ മനസ്സറിയണം. ആ മനസ്സറിഞ്ഞിട്ട് കർത്താവിനോട് നമ്മൾ ചോദിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ അതിശക്തമായിട്ട് ഇടപെട്ടുകൊണ്ട് നമുക്ക് ആവശ്യമായത് നൽകും എന്ന് വ്യക്തമായിട്ട് പറയാം. വീണ്ടും കർത്താവിൻ്റെ മനസ്സ്, ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം, നമ്മൾ 3 ഉപമകളിലൂടെ കർത്താവ് പറയാ, ദൈവത്തിൻ്റെ മനസ്സ് പറയാ. നഷ്ടപ്പെട്ട ഒന്നിനെ തേടുന്ന ദൈവത്തിൻ്റെ മനസ്സ്. ഒന്ന് നഷ്ടപ്പെട്ടാൽ അതിനുവേണ്ടി പിന്നാലെ നടന്ന് വേട്ടപ്പട്ടിയെ പോലെ തിരയുന്ന ദൈവത്തിൻ്റെ മനസ്സ്. പശ്ചാത്തപിച്ച് തിരിച്ചു വരുമ്പോൾ ഇറങ്ങിച്ചെന്ന് കെട്ടിപ്പിടിച്ച് എൻ്റെ മോനെ എന്ന് പറഞ്ഞ് നഷ്ടപ്പെട്ടു പോയതൊക്കെ തിരികെ നൽകുന്ന ദൈവത്തിൻ്റെ മനസ്സ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ മനസ്സ് നമ്മൾ അറിയണം. ഈ മനസ്സ് നമ്മൾ അറിഞ്ഞാൽ നമ്മളെപ്പോഴും ശാന്തമായിട്ട് സ്വസ്ഥമായിട്ട് ജീവിക്കും. മാത്രമല്ല, സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 16-ാം അധ്യായം 7-ാം വചനത്തിൽ പറയുന്നുണ്ട്, ഒരുവൻ്റെ മാർഗം കർത്താവിന് സ്വീകാര്യമാകുമ്പോൾ ശത്രുക്കൾ പോലും അവനോട് ഇണങ്ങിക്കഴിയും. നമ്മുടെ വഴികൾ, നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, നമ്മുടെ വഴികൾ, നമ്മുടെ മാർഗങ്ങൾ കർത്താവിന് സ്വീകാര്യമാക്കി നമ്മൾ തീർക്കണം. 2 ദിനവൃത്താന്തം 27-ാം അധ്യായം 6-ാം വചനം, അവിടെ നാം വായിക്കുന്നുണ്ട് യോഥാം എന്ന രാജാവിനെ കുറിച്ചാണ്. യോഥാം എന്താ ചെയ്തേ? ഒറ്റ കാര്യം ചെയ്തുള്ളൂ, കർത്താവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് തൻ്റെ ജീവിതത്തെ അവൻ ക്രമപ്പെടുത്തി. അപ്പോൾ അവൻ്റെ ജീവിതം പ്രബലമായി, ശക്തമായി, ധന്യമായി. ഇന്ന് നമ്മുടെയും ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്ന കർത്താവ്, നമ്മുടെ ജീവിതത്തെ പ്രബലമാക്കാൻ ആഗ്രഹിക്കുന്ന കർത്താവ് ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ, മക്കളെ, നിങ്ങൾ തിരിച്ചു വാ. എൻ്റെ വചനങ്ങൾക്കനുസരിച്ച്, എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ ക്രമപ്പെടുത്ത്. അപ്പോൾ നിങ്ങളുടെ ജീവിതം അതിനാൽ തന്നെ അനുഗ്രഹിക്കപ്പെടും. മാത്രമല്ല, ശത്രുക്കൾ പോലും നിങ്ങളോട് ഇണങ്ങിക്കഴിയും. ശത്രുക്കൾ പോലും. അതാണ് ദാവീദ് പ്രാർത്ഥിച്ചത്, കർത്താവെ, അഹീതോഫലിൻ്റെ ആലോചനയെ അങ്ങ് വ്യർത്ഥമാക്കി കളയണം. ദൈവം ഇടപെട്ടു. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. അതുകൊണ്ട് എല്ലാം നമുക്ക് അനുകൂലമാക്കി മാറ്റാൻ കർത്താവിന് സാധിക്കും. പണ്ട് ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മളൊക്കെ പല പ്രതികൂലങ്ങളിലായിരിക്കാം, പല പ്രതിസന്ധികളിലായിരിക്കാം, പല എതിർശക്തികൾ നമ്മളെ കീഴടക്കുന്ന അവസ്ഥയിലായിരിക്കാം, പല വേദനകൾ നമ്മുടെ ജീവിതത്തിലുണ്ടായിരിക്കാം, പരീക്ഷകളിൽ നമ്മൾ തോറ്റ് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കാം, വഴിതെറ്റിപ്പോയ മക്കളെ ഓർത്ത് വേദനിക്കുന്ന നൊമ്പരത്തിലായിരിക്കാം, വിട്ടുപേക്ഷിക്കാൻ പറ്റാത്ത ദുശീലങ്ങൾക്ക് അടിമപ്പെട്ട് ആ പാപത്തിൻ്റെ പിടിയിൽ അമർന്ന് സാത്താൻ ബന്ധിച്ചിട്ടിരിക്കുന്ന അവസ്ഥയിലായിരിക്കാം. നല്ലൊരു കാര്യം നമ്മൾ ഓർക്കണം, എൻ്റെ കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല. എൻ്റെ ദൈവം ഇടപെട്ടാൽ, എൻ്റെ ദൈവം ഒന്ന് മനസ്സ് വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ മാറ്റം വരും. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുക, കർത്താവേ, എൻ്റെ മകൻ്റെ മനസ്സ് അങ്ങ് മാറ്റണം. പാപത്തിലേക്ക് ചാഞ്ഞിരിക്കുന്ന മനസ്സ്, ലഹരിയിലേക്ക് ചാഞ്ഞിരിക്കുന്ന മനസ്സ്, തെറ്റായ സ്നേഹബന്ധത്തിൽ അടിമപ്പെട്ടു പോയിരിക്കുന്ന എൻ്റെ മകളുടെ മനസ്സ് കർത്താവെ അങ്ങ് മാറ്റണം. അതാണ് ദാവീദ് പ്രാർത്ഥിച്ചത്, അഹീതോഫലിൻ്റെ ആലോചനയെ അങ്ങ് വ്യർത്ഥമാക്കണം. അവൻ്റെ മനസ്സിൽ വന്നിരിക്കുന്ന ഈ പാപകരമായ ചിന്തയെ, ഈ ആലോചനയെ അങ്ങ് എടുത്തു മാറ്റിയിട്ട് അങ്ങ് എൻ്റെ മകനെ, എൻ്റെ മകളെ, എൻ്റെ ജീവിതത്തെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കും. നമുക്ക് പ്രതികൂലമായിരിക്കുന്ന, നമ്മുടെ നാശം ആഗ്രഹിക്കുന്ന,
നമ്മെ തകർക്കാൻ ആഗ്രഹിക്കുന്ന എന്തുമാകട്ടെ അതൊക്കെ തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അത് പൈശാചികമാണെങ്കിൽ, നമ്മുടെ നാശത്തിന് കാരണമാകുന്നതാണെങ്കിൽ അതിനെ വ്യർത്ഥമാക്കണമേ എന്ന് വളരെ വളരെ ശക്തിയോടുകൂടി പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവിൻ്റെ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ സാധിക്കും. നമുക്കറിയാം, അഹിതോഫൽ ഉപദേശം പറഞ്ഞു. അബ്സലോം അത് സ്വീകരിച്ചില്ല. അദ്ദേഹം ആകപ്പാടെ നിരാശനായി, ആകപ്പാടെ തകർന്നു. എന്നിട്ട് അവൻ ചെയ്ത കാര്യം എന്താണെന്ന് നമ്മളവിടെ വായിക്കുന്നുണ്ട്. അവൻ വീട്ടുകാര്യങ്ങളൊക്കെ ക്രമപ്പെടുത്തിയിട്ട് ഇത്രയും വലിയവനായ അഹിതോഫൽ, ദാവീദിനെ നശിപ്പിക്കാൻ വേണ്ടി അബ്സലോമിൻ്റെ കൂടെ കൂടിയ അഹിതോഫൽ, വലിയ ഉപദേശകനായ അഹിതോഫൽ, അറിവുള്ളവനായ അഹിതോഫൽ, അവൻ പോയിട്ട് തൂങ്ങിച്ചാവുന്നൊരവസ്ഥ നമ്മൾ കാണുന്നുണ്ട് വിശുദ്ധ വചനത്തിൻ്റെ ബാക്കി ഭാഗത്ത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കെതിരെ നിൽക്കുന്ന ഏതു ശത്രുക്കളെയും, നമ്മുടെ നാശം ആഗ്രഹിക്കുന്ന ഏതു പൈശാചിക സ്വാധീനങ്ങളെയും, ഏതു എതിർശക്തികളെയും നശിപ്പിച്ച് നിർവീര്യമാക്കി നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ മക്കൾക്കും നമ്മുടെ ജീവിതത്തിനും വിജയം നൽകാൻ കഴിവുള്ള സർവശക്തനായ ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് ജോബ് 42:1 ജോബ് ഈ അനുഭവത്തിൽ നിന്ന് പല സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി. വേദനകൾ, തിരസ്കരണങ്ങൾ, കുറ്റപ്പെടുത്തലുകൾ, അല്ലെങ്കിൽ കൂട്ടുകാരുടെ ഒത്തിരി അപവാദങ്ങൾ, ഇതെല്ലാം കേട്ടിട്ട് അവസാനം ജോബ് ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ ദൈവം പ്രത്യക്ഷപ്പെട്ട് പല ചോദ്യങ്ങൾക്കും ഉത്തരമില്ലാതെ വരുന്നതിൻ്റെ അവസാനം ജോബ് കണ്ടെത്തിയൊരു സത്യമുണ്ട്. എന്താണ്? ദൈവമേ, അങ്ങേക്കെല്ലാം സാധ്യമാണെന്നും അങ്ങയുടെ യാതൊരു ഉദ്ദേശവും ആർക്കും തടസ്സപ്പെടുത്താനാകില്ലെന്നും ഞാൻ അറിയുന്നു. ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട്, അതാർക്കും തടസ്സപ്പെടുത്താൻ പറ്റത്തില്ല. ഏതു വലിയ വ്യക്തിയാണേലും, എത്ര വലിയ അഹിതോഫലാണേലും, എത്ര വലിയ എതിർ ശക്തിയായിട്ട് പ്രവർത്തിക്കുന്ന പൈശാചികമായ ആഭിചാര്യത്തിൻ്റെയോ മന്ത്രവാദത്തിൻ്റെയോ കൂടോത്രത്തിൻ്റെയോ എതിർ പ്രാർത്ഥനയുടെയോ ശാപത്തിൻ്റെയോ ഏത് ശക്തിയാണേലും ദൈവം മനസ്സ് വച്ചാൽ, ദൈവം ഇടപെട്ടാൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന്, നമ്മുടെ കുടുംബത്തിൽ നിന്ന് അതെല്ലാം വിട്ടുമാറിപ്പോകും. മറക്കല്ലേ വചനം, ദൈവത്തിന് എല്ലാം സാധ്യമാണെന്നും അവിടുത്തെ യാതൊരു ഉദ്ദേശവും ആർക്കും തടസ്സപ്പെടുത്താൻ ആകില്ലെന്നും ഞാൻ അറിയുന്നു, നീ അറിയണം, നമ്മളെല്ലാവരും അറിയണം. അങ്ങനെ നമ്മളാകുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഏത് അവസ്ഥ വന്നാലും നമ്മൾ കർത്താവിലേക്ക് ഒരു ദാവീദ് കണ്ണീരോടെ പ്രാർത്ഥിച്ച്, നിങ്ങൾ വായിക്കണം വചനഭാഗം. ദാവീദിന് സഹിക്കാൻ പറ്റണില്ല. ഇതുവരെ കൂടെ കിടന്നവൻ, എല്ലാത്തിലും കൂടെ പങ്കുചേർന്നവൻ, തൻ്റെ ഉറ്റ വിശ്വസ്തനായിട്ടുള്ളവൻ, അവൻ പോലും പറ്റിക്കപ്പെട്ട് നിരാശയിൽ ഒറ്റപ്പെടുത്തപ്പെട്ടപ്പോൾ ദാവീദ് ചങ്കുപൊട്ടിക്കരയാൻ. ചിലപ്പോൾ നിൻ്റെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാവും. ഉറ്റ സ്നേഹിതൻ, കൂടെ നിന്നവൻ, എന്താ പറയുക, പൊന്നുപോലെ വളർത്തിയ പൊന്നുമോള് ഇന്ന് വേറൊരുത്തൻ്റെ കൂടെ പോയിരിക്കുക. അതായത് വീണ്ടും നിനക്കെതിരെ നിൽക്കുക, കോടതിയിൽ നിനക്കെതിരെ വാദിക്കുക, ചങ്കുപൊട്ടിയിട്ട് നീ ആകപ്പാടെ നിരാശയിലായിരിക്കാം. ഈ അവസ്ഥയിൽ ദാവീദ് പ്രാർത്ഥിക്കുക, ദൈവമേ, അഹിതോഫലിൻ്റെ ആലോചനയെ അങ്ങ് വ്യർത്ഥമാക്കണേ, എൻ്റെ കുഞ്ഞിലേക്ക് വന്നിരിക്കുന്ന ഈ പാപകരമായ ചിന്തയെ വ്യർത്ഥമാക്കണേ, ഈ കുഞ്ഞായിരിക്കുന്ന പാപത്തിൻ്റെ കെട്ടുകളെ അങ്ങ് നിർവീര്യമാക്കണമേ എന്ന് ചങ്കുപൊട്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കാനായാൽ ദൈവം ഇടപെടും. ഞാൻ പറയും, നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രശ്നത്തിലും ഏത് പ്രതിസന്ധിയിലും ഇതുപോലെ പ്രാർത്ഥിച്ച് ദൈവത്തെ വിളിച്ച് ഇടപെടുത്താൻ ആയാൽ ഒരു ആലോചനയ്ക്കും ഒരു കേസിനും ഒരു പൈശാചിക ശക്തികൾക്കും നമ്മയോ നമ്മുടെ മക്കളെയോ സഭയെയോ കൂട്ടായ്മയെയോ തകർക്കാൻ ഒരിക്കലും കഴിയത്തില്ല. പക്ഷെ ഇന്ന് കഷ്ടമെന്ന് പറയട്ടെ, നമ്മളതിനെതിരെ പല പല കേസുകൾ, പ്രശ്നങ്ങൾ ഒക്കെ ആയിട്ട് പോകുമ്പോൾ അവിടെ സാത്താൻ കയറി കളിക്കും. ദൈവത്തെ ഞാൻ പറയും, ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഈ ദാവീദിനെ പോലെ മനസ്സ് മാറ്റുന്ന, ആരുടെയും മനസ്സ് മാറ്റാൻ കഴിവുള്ള ദൈവത്തെ വിളിച്ച് ഇടപെടുത്തിപ്പിക്കണം. അതിന് കഴിഞ്ഞാൽ നമുക്ക് വിജയം സുനിശ്ചിതമാണ്. കർത്താവ് ഇടപെട്ടു. ഒരിക്കൽ കൂടി ആ വചനം നമുക്ക് കേൾക്കാം. അബ്സലോമിന് അനർത്ഥം വരേണ്ടതിന് അഹിതോഫലിൻ്റെ നല്ല ആലോചന സ്വീകരിക്കപ്പെടാതിരിക്കാൻ കർത്താവ് നിശ്ചയിച്ചിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് വിജയം നൽകാൻ കർത്താവ് തീരുമാനിച്ചിരിക്കുന്നു. നമുക്ക് സൗഖ്യം തരാൻ കർത്താവിന് മനസ്സുണ്ട്. നമ്മുടെ ജീവിതത്തിന് എല്ലാം അനുകൂലമാക്കി തീർക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി നമ്മുടെ വഴികളെ കർത്താവിങ്കിലേക്ക് നമുക്ക് തിരിക്കാം. നമ്മുടെ ജീവിതത്തെ കർത്താവിങ്കിലേക്ക് നമുക്ക് തിരിക്കാം. നമ്മുടെ ജീവിതത്തെ ദൈവത്തെങ്കിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ദൈവം നമ്മുടെ ജീവിതത്തിൽ അതിശക്തമായിട്ട് ഇടപെട്ടിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം.
കർത്താവേ, അങ്ങയുടെ മക്കളെ അങ്ങ് സൃഷ്ടിച്ചു, അങ്ങ് രൂപം നൽകി. ഞങ്ങളാരും നശിച്ചു പോകാൻ അങ്ങ് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ രക്ഷ പ്രാപിക്കണമെന്ന് ആഗ്രഹിച്ച് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച കർത്താവാണല്ലോ അവിടുന്ന്. ഞങ്ങൾ അങ്ങയുടെ മനസ്സറിയട്ടെ. ഞങ്ങൾക്ക് വേണ്ടി അനേകം മനസ്സുകളെ അങ്ങ് മാറ്റി ഞങ്ങളെ രക്ഷിക്കുമെന്ന് കൂടി അങ്ങ് ഈ വചനഭാഗത്തിലൂടെ ഞങ്ങളോട് പറഞ്ഞില്ലേ? ഞങ്ങൾക്കെതിരെ നിൽക്കുന്ന എതിർ ശക്തികൾ, ഞങ്ങളുടെ നാശം ആഗ്രഹിക്കുന്ന വ്യക്തികൾ, ഞങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന അവസ്ഥകളൊക്കെ ഉണ്ട് ഞങ്ങൾക്ക്. കർത്താവേ, അതെല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അഹിതോഫലിൻ്റെ ആലോചനയെ വ്യർത്ഥമാക്കി അബ്സലോമിൻ്റെ പിടിയിൽ നിന്ന് ദാവീദിനെ മോചിപ്പിച്ചുകൊണ്ട് അങ്ങയുടെ ശക്തി പ്രകടമാക്കിയ കർത്താവേ, ഞങ്ങളുടെയും ജീവിതത്തിൽ, കുടുംബത്തിൽ, ഞങ്ങളുടെ മക്കളിൽ അങ്ങയുടെ ശക്തി പ്രകടമാക്കി എല്ലാ പൈശാചിക പീഡയിൽ നിന്ന്, തകർക്കാൻ ശ്രമിക്കുന്ന ശത്രുക്കളിൽ നിന്ന്, നാശത്തിൽ നിന്ന്, തകർച്ചയിൽ നിന്ന് അങ്ങയുടെ മക്കളായി ഞങ്ങളെയും കാത്തു സംരക്ഷിക്കണമേ. അങ്ങയുടെ വചനം കേൾക്കുന്ന എല്ലാ മക്കളെയും, എല്ലാ കുടുംബങ്ങളെയും, ഈ ലോകം മുഴുവനെയും ഈ വചനത്തിൻ്റെ അഭിഷേക ശക്തിയിൽ അങ്ങയിലേക്ക് തിരിച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, മാതാവേ, അമ്മയുടെ വലിയ സാന്നിധ്യം, അമ്മയുടെ സംരക്ഷണം, അമ്മയുടെ ശക്തമായ മാധ്യസ്ഥം ഈ വചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ. സ്വർഗമേ, സ്വർഗവാസികളെ, സകല മാലാഖമാരെ, വിശുദ്ധരെ, ഞങ്ങളുടെ കാവൽ മാലാഖമാരെ, ഞങ്ങളുടെ പേരിന് കാരണഭൂതരായ വിശുദ്ധരെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ.